മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂണിൽ നടക്കുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാർ വളരെ ബഹുസമർത്ഥന്മാരാണ്. നല്ല അറിവ്, കഴിവ്, മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള പ്രാപ്തി, ഏത് കാര്യങ്ങളെയാണെങ്കിലും നേരെ ചൊവ്വെ നോക്കിക്കാണാനുള്ള കഴിവ്, കറക്റ്റായിട്ടേ കാണുള്ളൂ. നല്ല മനസ്സോടു കൂടി ഒരു കാര്യത്തിനെ സമീപിക്കുകയുള്ളൂ, കാണുകയുള്ളൂ. ആരുടെയും പക്ഷമൊന്നും ചെയ്തിട്ടില്ല. കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള വ്യക്തിത്വം. ഉത്രട്ടാതിക്കാരികളാണെങ്കിലോ സ്ത്രീകളാണെങ്കിലോ അവർ ഏറ്റവും നല്ല കുടുംബിനികളായിരിക്കും. ഭർത്താവിനെയും മക്കളെയും കുടുംബം കൊണ്ടു നടക്കാൻ അവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയുള്ള ചില ഖ്യാതികളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർ എന്ന് വെച്ചാൽ പൊതുവെ മാന്യന്മാരും നമ്മൾ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാൻ വളരെ നല്ല ആൾക്കാരും, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആപൽഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കാനൊക്കെ ഇഷ്ടമുള്ളവരും, കുറച്ച് തമാശയൊക്കെ പറഞ്ഞവരും, ജീവിതത്തിന് അത്രമാത്രം വലിയ കടുകട്ടിയായിട്ട് കാണുന്നവരൊന്നുമല്ല. സിമ്പിൾ മനുഷ്യന്മാരാണ്, എന്നാൽ നല്ല കാര്യഗൗരവമുള്ളവരുമാണ്. അപ്പോൾ ഉത്രട്ടാതിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാലോ മീനക്കൂറുകാരാണ്. പൂരട്ടാതിയുടെ അവസാന ഭാഗം ഉത്രട്ടാതി, രേവതി, ഈ 3 നക്ഷത്രം മീനക്കൂറിലാണ് കിടക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം 4ാം ഭാഗത്തായിരുന്നു വ്യാഴം. അതായത് മീനം, മേടം, എടവം, മിഥുനം. 4ാം ഭാഗത്ത് വ്യാഴം നിന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുടുംബജീവിതമൊക്കെ നന്നായി പോകും, കുടുംബസുഖമൊക്കെ ഉണ്ടാവും, പേരമണി പോലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കും. വലിയ കുഴപ്പമില്ലാതെ സ്വസ്ഥ സമാധാനമായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മിഥുനം രാശിയായതുകൊണ്ട് വ്യാഴത്തിന് കൂടുതൽ ഷൈൻ ചെയ്യാൻ പറ്റിയില്ല. ശത്രു രാശിയാണ്, ബുധൻ്റെ രാശിയാണ്. അതിൻ്റെയൊക്കെ പേരിൽ കൂടുതൽ അനുഭവം ഒന്നും ഉണ്ടായില്ലെങ്കിലും പൊതുവേ ഉത്രട്ടാതിക്കാർ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കൊല്ലം രാശി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാലോ, 2026 ജൂൺ 2 രാശി മാറിയോടുകൂടി അവർക്ക് സംഭവിച്ചേക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാം ഭാഗത്തേക്ക് വ്യാഴം വന്നു എന്നുള്ളതാണ്. ഒരു ജാതകത്തിലെ 5, 9 എന്നൊക്കെ പറഞ്ഞത് ഏറ്റവും പുണ്യ സ്ഥാനങ്ങളാണ്. ഒരു ജാതകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണ്. 5ാം ഭാവപതി 9ാം ഭാവത്തിൻ്റെ ആള്. ഇവരിൽ ആർക്കാണോ ശക്തി കൂടുതൽ, ബലം കൂടുതൽ, അവരെ നമ്മൾ നമ്മുടെ ഇഷ്ടദൈവമായിട്ട് സ്വീകരിക്കണം. നമ്മുടെ കഠിനമായ ദുഃഖത്തിലൊക്കെ അങ്ങനത്തെ ഉള്ള മൂർത്തികളുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതിവിധി ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം. ഏതായാലും വ്യാഴം ഉച്ചരാശിയായിട്ട് കർക്കടകത്തിലേക്ക് വന്നേക്കുകയാണ്. ഗ്രഹങ്ങൾക്ക് ഉച്ചരാശിയുണ്ട്, നീചരാശിയുണ്ട്, സ്വക്ഷേത്രമുണ്ട്, ശത്രുക്ഷേത്രമുണ്ട്. അങ്ങനെ പല പല പൊസിഷനുണ്ട് ഈ രാശിക്കളത്തിൽ. ഈ 12 രാശിയിൽ ഓരോ ഗ്രഹങ്ങൾക്കും. അതിൽ വ്യാഴത്തിനെ സംബന്ധിച്ചും ഭൂമിയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിലേക്കുള്ള ആകർഷണ വികർഷണങ്ങളെയൊക്കെ കണക്കാക്കുമ്പോൾ വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള സ്ഥലം, ആധ്യാത്മിക ബലം കൂടുതൽ, അനുഭവ ബലം കൂടുതൽ, നല്ലത് ചെയ്യാനുള്ള ആ സൈസ് സ്വഭാവം, സാത്വിക സ്വഭാവം കൂടുതൽ, ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഭാഗം 5ആയിട്ട് വരികയും ആ 5ാം ഭാഗത്തേക്ക് വ്യാഴം വരുവോട് ചെയ്തോടുകൂടി ഉത്രട്ടാതിക്കാർക്ക് നല്ലൊരു ഭാഗ്യാനുഭവങ്ങളാണ് വരാൻ പോണത്. അതിനോടൊപ്പം വേറൊരു കുഴപ്പമുണ്ട്. 7 ശനിയുടെ ഒരു കുഴപ്പമുണ്ട്. ജന്മശനിയാണ്. ജന്മശനി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ഇത്തിരി വളരെ കഷ്ടകാരമായിട്ട് സമയമാണ്. എത്ര നല്ല ദശയെ കൂടിയാണ് പോണതെന്നുണ്ടെങ്കിലും, ദശാനാഥനൊക്കെ എത്ര ബലവാനാണെങ്കിലും, ഒരു വ്യക്തി ജന്മശനി കാലത്താണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതിന് വലിയൊരു ആശ്വാസമാണ് ഇപ്പം 5ാം ഭാഗത്തേക്ക് വെക്കണ വ്യാഴം. വ്യാഴത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ഈ ശനി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറേയൊക്കെ അങ്ങോട്ട് പോവും. എങ്കിലും ഉത്രട്ടാതിക്കാർക്ക് വളരെ വർഷങ്ങളിൽ തന്നെ പറയാം, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുകയാണ്. അവർക്ക് നല്ല രീതിയിൽ ഉള്ളൊരു സംഭവം വരാൻ പോവാണ്. 5ലേക്ക് വ്യാഴം വരുമ്പോൾ പ്രധാനം വെച്ചാൽ സന്താനഭാഗ്യം. വ്യാഴം സന്താനകാരകനാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് 6-7 വർഷങ്ങളായി ഇതുവരെ മക്കളൊന്നുമില്ലാത്ത വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക്
അപ്രതീക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള പുത്രഭാഗ്യം ഉണ്ടാവും. പിന്നെ ഒത്തിരി മക്കളെ കുറ്റം പറഞ്ഞ കാരണവന്മാരുണ്ട്. അവനെ പഠിപ്പിക്കാൻ വിട്ടാൽ പഠിക്കൂല, പണിക്ക് പോകണമെന്നുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല, രാവിലെ എണീക്കില്ല, വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ പോലും അടിച്ചു പൊടിച്ച് കളയുള്ളൂ, കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ജ്യോതിഷന്മാരെയൊക്കെ കാണാൻ തന്നെ മാതാപിതാക്കൾ മക്കളെ പറ്റി പറഞ്ഞ കാര്യം കേട്ടോ, അങ്ങോട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ നിങ്ങൾ ഒത്തിരി മക്കളെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ എന്തൊക്കെ കാരണം കണ്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയുന്ന മാതിരിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് അവർ വരും. അവർക്ക് ഗുണപ്രദമായിട്ട് നിങ്ങളും വരും. എന്താ കാരണം എന്ന് വെച്ചാൽ വ്യാഴം സന്താനകാരകനാണ്, സമ്പത്തിൻ്റെ കാരകനാണ്, ദൈവാധീനത്തിൻ്റെ കാരകനാണ്, അധികാരത്തിൻ്റെ കാരകനാണ്. അങ്ങനെ പല പല കാരകൻ എന്ന് വെച്ചാൽ എന്താ സിമ്പലിനോ എന്നൊക്കെ പറയാം സംസ്കൃത വാക്കിന്. അപ്പോൾ മക്കളെ കൊണ്ട് സന്തോഷിക്കാനായിട്ട് വരും. ലോണിനോ കാര്യത്തിനോ ഒക്കെ ആയിട്ട് പല ബാങ്കുകളൊക്കെ കയറി ആ കാരണം പറഞ്ഞ് ഈ കാരണം പറഞ്ഞ് ആ കടലാസ് ചോദിച്ച് ഈ കടലാസ് ചോദിച്ച് വിട്ടായിരുന്നതായിട്ടുള്ള കേസുകളെല്ലാം അത്ഭുതം പോലെ നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പോലും ലോണൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. ഈ ലോണൊക്കെ എടുത്ത് വിനിയോഗിച്ച് നല്ല കാര്യത്തിനായിട്ട് വല്ല ബിസിനസ്സിനോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിലോ അത് ക്ലച്ച് പിടിക്കുകയും ചെയ്യും, അത് പച്ച പിടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഉള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. നമ്മുടെ അധ്യാപകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ജോലി ചെയ്യണവരാണെങ്കിൽ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള ദക്ഷിണ അല്ലെങ്കിൽ അതുപോലെ മനസ്സുകൊള്ള കാര്യങ്ങൾ ലഭിക്കാനിട വരും. നമ്മൾ വിദ്യാർത്ഥികളൊക്കെയാണ് ഗുണമുള്ളവരാണെങ്കിലോ നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ കണ്ടുമുട്ടാനും അവരുടെ കയ്യിൽ നിന്ന് ശരിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാനും ഇടയാവും. നമ്മളെയൊക്കെ പ്രായവും പക്വതയും ഒക്കെ ഉള്ള ആൾക്കാർ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മുടെ തലയ്ക്ക് കൈവച്ച് നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുന്ന മാതിരി തന്നെയാണ്. ആ അനുഗ്രഹമൊക്കെ ദൈവം കേൾക്കും, അതുവഴിക്ക് കിട്ടും. അങ്ങനെ ക്ഷേത്രങ്ങളുടെ ദേവാലയങ്ങളൊക്കെ സഞ്ചരിക്കാൻ അങ്ങനെ തൊഴുവാനുള്ള ഭാഗ്യം അടുത്തുള്ള അമ്പലത്തിൽ പോലും പോകില്ലാത്തവർ ചിലപ്പോൾ സ്ഥിരം ക്ഷേത്ര ദർശനക്കാരൊക്കെ ആയിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ സന്തോഷമുള്ള സമയവും ഇടപെടുന്ന എല്ലാ ഭാഗത്തു നിന്നും നല്ലത് വരുന്നത് തൊഴിൽ സ്ഥലത്തായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ, പഠിക്കാൻ പോണ സ്ഥലത്തായിക്കോട്ടെ, പഠിപ്പിക്കാൻ പോണ സ്ഥലത്തായിക്കോട്ടെ, എന്ത് കാര്യത്തിൽ ചെന്ന് ഞാനും ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് നല്ല ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ വീട്ടിലും സ്വൈര്യവും സമാധാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ 2026 10-ാം മാസം വരെയാണ് ഈ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നത്. അതിനുശേഷം ചിങ്ങത്തിലേക്ക് പോകുമ്പോൾ ഈ കൂറുകാർക്ക് എന്ത് പറ്റും? 6-ാം ഭാവത്തേക്ക് പോകും വ്യാഴം. 6-ാം ഭാവത്തേക്ക് വ്യാഴം പോകുമ്പോഴോ 6-ാം ഭാവത്തേക്ക് വ്യാഴം പോകുമ്പോൾ മനസ്സ് കലുഷിതമാകും. എല്ലാ കാര്യവും നമ്മൾ വഴക്കും തമ്മിത്തലായിട്ട് കാണുന്ന പ്രവണത ഉണ്ടാവും. എത്ര വേണ്ടപ്പെട്ട ആൾക്കാരായിട്ടാണെങ്കിൽ പോലും പറഞ്ഞു തെറ്റും. നമ്മളൊന്നും ആലോചിച്ചിട്ടൊന്നും ആവില്ല, പക്ഷെ അവർ വലിയ സീരിയസ് ആയിട്ട് എടുക്കും, വലിയ ഫ്രണ്ട്ഷിപ്പുകൾ പോവും. അതുമാതിരി ചെറുപ്പക്കാർ പിള്ളേർക്ക് റിലേഷൻഷിപ്പുകൾ പ്രേമമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തമാശയായിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഉത്രട്ടാതിക്കാരാണ് കന്നിക്കൂറുകാരാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തമാശകൾ പറയുമ്പോൾ പോലും വളരെ സൂക്ഷിക്കണം. വ്യാഴം ശബ്ദകാരകനാണ്. വ്യാഴം കൊണ്ടില്ലാത്ത ഭാഗത്തേക്ക് പോയി കഴിയുമ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് പോയി കഴിയുമ്പോൾ വാക്കുകൾ മുഖേനയൊക്കെ നാക്ക് മുഖേന ശത്രുക്കളെ ഒത്തിരി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ചെറുതാണെങ്കിലും എന്തെങ്കിലും പനിയോ അങ്ങനത്തെ സൂക്കേടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കാതെ, പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ ഉള്ള കാലങ്ങളിൽ കൂടി ആകുമ്പോൾ എത്രയും ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി വലിയ ആശുപത്രി വേണ്ട, ചെറിയൊരു ക്ലിനിക്കിലായാലും പോയി രക്തം ടെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് അതിനൊക്കെ നിവൃത്തി വരുത്തണം. രോഗം, ശത്രു, കടം, അതേമാതിരി ഹോം അപ്ലയൻസസ് മേടിക്കാനോ അല്ലെങ്കിൽ വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മേടിക്കാനോ ഒക്കെ ആയിട്ട് നമ്മൾ കടമൊക്കെ കിട്ടുമല്ലോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കുറേശ്ശെ കാശ് കൊടുത്താൽ ഇൻസ്റ്റാൾമെൻറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് വിടുമ്പോൾ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ആവശ്യമില്ലാതെ നമ്മളെ കടക്കാരനാവും. ബിസിനസ്സിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യത്തിനൊക്കെ ആയിട്ട് വലിയ വലിയ ലോണൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഈ 6-ാം ഭാഗത്തേക്ക് മാറുന്ന സമയം 10-ാം മാസത്തിന് ശേഷം 2026 10-ാം മാസത്തിന് ശേഷം 2027 ജനുവരി അവസാനം വരെയുള്ള സമയം വ്യാഴം ചിങ്ങത്തിൽ നിങ്ങൾക്ക് 6-ലാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് പണത്തിൻ്റെ പ്രലോഭനങ്ങളിലോ ലോണിലോ കടത്തിലോ ഒന്നും ചെന്ന് ചാടാതെ, ആർക്കും കൂടുതൽ ആലോചിക്കാതെ അവൻ തരും എന്ന് പറഞ്ഞുകൊണ്ട് ചിലർക്ക് പൈസ കൊടുത്തും ചിലപ്പോൾ പൈസ തിരിച്ച് കിട്ടില്ല
ലാസ്റ്റ് അത് വലിയ കലഹത്തിൽ പ്രവേശിക്കും. കടം മേടിക്കുമ്പോഴും കടം കൊടുക്കുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അതാണ് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ഇതിന് പ്രതിപാദ്യ വിഷയം അല്ല എന്നുണ്ടെങ്കിലും പറയുമ്പോൾ അതോടുകൂടി പറയണം, ജന്മശനി കാലമാണ്. ജീവിതത്തിലേക്ക് തന്നെ ഏറ്റവും പ്രശ്നമുള്ളൊരു സമയമാണ് ജന്മശനി എന്ന് പറഞ്ഞ സമയം. എത്ര നല്ല ദശയാണെങ്കിലും ഏഴരശനി എന്ന് പറഞ്ഞ സംഭവം പ്രശ്നമാണ്. ഏഴരശനിയുടെ നടുമധ്യത്തിലുള്ള ജന്മശനി എന്ന് പറഞ്ഞ സംഭവം കൂടുതൽ കുഴപ്പമാണ്. അപ്പം അതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിഹാരം എന്ന് വെച്ചാൽ ശനിയാഴ്ചകളിൽ ശിവന്റെ അമ്പലത്തിൽ ഇതേമാതിരി വിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര ഇവ നടത്തുക. ഈ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നുള്ളത് പറയാനായിട്ടാണ് ഇത്രയും പറഞ്ഞത്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കുറെ അധികം നാൾ തുടർച്ചയായിട്ട് ശിവക്ഷേത്രത്തിൽ നടത്തുക. ശാസ്താവിനെ കണ്ട് എഴുതിരി കത്തിക്കുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും ശബരിമലയ്ക്ക് പോണതും അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ്. ദാനം ചെയ്യണതും അതേമാതിരി മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തണതും അതേമാതിരി അഡിക്ഷൻസ്, മദ്യപാനോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ കുറയ്ക്കേണ്ടതും രാത്രികാല സഞ്ചാരങ്ങൾ, കൂട്ടുകെട്ടുകൾ അതൊക്കെ കുറയ്ക്കേണ്ടതും ജന്മശനി കാലത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2026 ജൂൺ 2 5-ാം ഭാവത്തേക്ക് വ്യാഴം വരും. അതിനുശേഷം 2026 10-ാം മാസം അവസാനം ആകുമ്പോഴത്തേക്ക് അത് 6-ാം ഭാവത്തേക്ക് പോകും. 6-ലാവുമ്പോൾ ഇത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് കടം, ലോണ് ഇതിലും ചെന്ന് പെടരുതെന്ന് പറഞ്ഞു. 2027 ജനുവരി അവസാനത്തോടെ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ വരും. 5-ാം ഭാഗത്തേക്ക് തിരിച്ചു വരും. ആ സമയത്തും നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ വരും. അപ്പോൾ ചുരുക്കത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൻ്റെ ആദ്യ അവസാനവും വളരെ നല്ലതായിരിക്കും. മധ്യകാലത്ത് കുറച്ച് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വ്യാഴപ്രീതിക്ക് വേണ്ടി എന്നാ ചെയ്യണത്? വ്യാഴപ്രീതിക്ക് വേണ്ടി ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലോ, വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴം അനുഗ്രഹിക്കും. ഏത് മതം ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള ദൈവവിശ്വാസ വ്യവസ്ഥ ആയിക്കോട്ടെ, നിങ്ങൾ അനുഷ്ഠിക്കുന്ന മാർഗങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിച്ചാൽ മതി. സർവേശ്വരകാരകനാണ് വ്യാഴം. പിന്നെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വിഷ്ണുവിനെ ഭജിക്കുന്നതാണ്. എല്ലാവരും ഭജിക്കണം നല്ലതാണ്, വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് കുറച്ച് കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ്, കേൾക്കണം നല്ലതാണ്. നാരായണീയം പോലുള്ള സാധനങ്ങളൊക്കെ വായിക്കണം നല്ലതാണ്. ഭഗവത്ഗീത വായിക്കണം നല്ലതാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ സപ്താഹം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ നിന്നുണ്ടെങ്കിൽ അവിടെ പോവുക, കുറച്ചു നേരം പ്രഭാഷണമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക, പ്രസാദ കൂട്ടമൊക്കെ കഴിഞ്ഞ് പോരുക. പ്രസാദ കൂട്ടിന് മാത്രമായിട്ട് പോകരുത്, പ്രഭാഷണവും കൂടി കേൾക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോവുക. ഇതിനൊന്നും സമയമില്ലാത്തവർക്ക് ചുരുക്കത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. അടുത്തുള്ള വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ, കൃഷ്ണനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, ആരാണ്ടായിക്കോട്ടെ, വ്യാഴാഴ്ച തോറും തൊഴുത് ഒരു നെയ്വിളക്ക് കത്തിക്കുക, നാരായണൻ ജപിച്ചുകൊണ്ട്. ചില സ്ഥലങ്ങളിൽ സ്വന്തമായിട്ട് കത്തിക്കാൻ പറ്റും, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. സ്വന്തമായിട്ട് തന്നെ കത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അകത്തേക്ക് നെയ്യ് മേടിച്ച് കൊടുത്ത് കത്തിച്ചാൽ മതി. സമയമുണ്ടെന്നുണ്ടെങ്കിൽ വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം നല്ലൊരു വഴിപാടാണ്. ഓരോന്നിനും പ്രത്യേക ഫലമുണ്ട്. നെയ്വിളക്ക് വെക്കുന്നതിന് ഫലമുണ്ട്, തുളസിമാല കെട്ടുന്നതിന് ഫലമുണ്ട്, പാൽപ്പായസ നേദ്യം നടത്തുന്നതിന് ഇതുണ്ട്. അതുമാതിരി ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നതിന് പ്രത്യേക ഫലമുണ്ട്. ഇത് മൊത്തത്തിലുള്ള ഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള ദുരിതങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറി വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാവുന്നുള്ളതാണ്. അതുപോലെ തന്നെ ജാതക പരിശോധന നടത്തണം. വ്യാഴമാറ്റത്തിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ശരിയായിട്ടുള്ള ഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ വ്യാഴം മാറി ശനി ജന്മശനിയാണ്, വേറെയും ഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ദശാകാലങ്ങളുണ്ട്. ഈ ഇപ്പം എന്ത് കണ്ടീഷനിൽ കൂടെയാണ് നടന്നു പോകണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടത് ആയിട്ടുണ്ട്. അതിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ആയി കഴിയുമ്പോഴാണ് ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ പറയണത് വ്യാഴത്തിൻ്റെ മാറ്റമാണ്, നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്ത് കണ്ടീഷനൊക്കെ ആണെങ്കിലും എത്ര ദുരിത ദശയിലാണെങ്കിലും വ്യാഴം നല്ല സ്ഥാനത്തേക്ക് വരുന്നവർക്ക് നല്ലതായിട്ട് തന്നെ ഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജാതക പരിശോധന അതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ വരാൻ ശ്രമിക്കുക. വാട്സാപ്പിൽ ജനന സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ആണ്ട് മാസം തീയതി, അതുപോലെ തന്നെ ജനന സമയം, നിങ്ങൾ ഏത് ജില്ലയിലാണ് ജനിച്ചത്, അതുമാതിരി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ള 1-2 കാര്യങ്ങൾ ഇത്രയും ചുരുക്കത്തിലിടുക. സമയം പോലെ നമ്മളതെല്ലാം നോക്കി അതിന് വേണ്ട രീതിയിലുള്ള ചിലവ് കുറഞ്ഞ്
വലിയ പൂജയോ ഹോമം ഒന്നും ഇല്ലാതെ ചിലവ് കുറഞ്ഞ് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന വളരെ ഫലവത്തമായിട്ടുള്ള പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വ്യാഴത്തിൻ്റെ മാറ്റത്തിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഉത്തരട്ടാതിക്കാർക്ക് അത് പ്രത്യേകമായിട്ട് ഭരിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ ചാനലിൽ കൂടെ വളരെ ജ്യോതിഷത്തിൻ്റെ വിപുലമായിട്ടുള്ള അധികം ആൾക്കാരും പറയാത്തതായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന അധ്യായങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ കാലേ കൂട്ടി കിട്ടുന്നതിനും പെട്ടെന്ന് കാണുന്നതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും വ്യാഴത്തിൻ്റെ സാക്ഷാൽ മഹാവിഷ്ണു ദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.